ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തി. കേരളത്തിൽ 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത. വയോജന ക്ഷേമത്തിനായി കമ്മീഷൻ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു. പുതിയ വയോജന സൗഹൃദ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കേരളം. 9 വർഷത്തിനിടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 5000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി. +1 പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തി. ലാർനാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ലെമസോസിൽ ഇന്ത്യൻ സൈപ്രസ് സംരംഭകരുമായി ഇരു നേതാക്കളും ഒരു ബിസിനസ് വട്ടമേശ ചർച്ചയിൽ ഏർപ്പെടും. സൈപ്രസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നാളെ ഔപചാരിക ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രസിഡന്റിന്റെ വസതിയിലെ വിരുന്നോടെയാണ് ശ്രീ മോദിയുടെ സൈപ്രസ് സന്ദർശനം അവസാനിക്കുക. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി കാനഡയിലേക്ക് പോകും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 18-ന് പ്രധാനമന്ത്രി ക്രൊയേഷ്യയിലെത്തും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച 32 പേരുടെ DNA സാമ്പിളുകൾ ഇതുവരെ താരതമ്യപ്പെടുത്തി. ഇതിൽ 14 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ DNA സാമ്പിളുകളും ഒത്തുനോക്കിയതായി സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി സ്ഥിരീകരിച്ചു. ഗാന്ധിനഗർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ DNA സാമ്പിളുകൾ എടുക്കുകയും ഒത്തുനോക്കുകയും ചെയ്യുന്ന പ്രക്രിയ 24 മണിക്കൂറും തുടരുകയാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കാസർഗോഡ്, തൃശൂർ, വയനാട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ജലസേചന വകുപ്പ് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, കാസർഗോഡ് ജില്ലയിലെ കരിയങ്കോട്, നീലേശ്വരം, മൊഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. കഴിഞ്ഞ 9 വർഷത്തിനിടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 5000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ്, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നെടുമങ്ങാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങായ മികവുത്സവം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയിൽ നവീന സമീപനങ്ങൾ അവലംബിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി GR അനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി റേഡിയോ നെല്ലിക്ക എന്ന പേരിൽ ഇന്റർനെറ്റ് റേഡിയോ ആരംഭിക്കുന്നു. റേഡിയോയുടെ ഉദ്ഘാടനം ഈ മാസം 18-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കുട്ടികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ, ലഹരി, സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ, ആത്മഹത്യ തുടങ്ങിയവ വർദ്ധിച്ചു വരുന്ന സാഹചര്യം പരിഗണിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലോകത്തെവിടെ നിന്നും 24 മണിക്കൂറും കേൾക്കാൻ സാധിക്കുന്ന തരത്തിലാണ് റേഡിയോയുടെ രൂപകൽപ്പന. തുടക്കത്തിൽ 4 മണിക്കൂർ പ്രോഗ്രാമാകും ഉണ്ടാവുക. മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു. പുതിയ വയോജന സൗഹൃദ പദ്ധതികൾക്കും ഇന്ന് തുടക്കം കുറിച്ചു. വയോജന ക്ഷേമത്തിനായി കമ്മീഷൻ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്ത് ശക്തമായൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട്. അതിക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ വയോജനങ്ങളെ സുരക്ഷിതരാക്കി നിർത്തുന്നതിന് നിയമം മൂലം തന്നെ ബാധ്യതയുള്ള സമൂഹമാണ് നമ്മുടേത്. 18 ഹോമുകൾ, വയോജന സദനങ്ങൾ, സ്നേഹഭവനുകൾ എന്ന പേരിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ക്ഷണം ലഭിച്ചു. വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നതിനും പാർലമെന്റിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനുമായാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ഈ മാസം 19-ന് നടക്കുന്ന വിക്ടോറിയൻ പാർലമെന്റ് സമ്മേളനത്തിലാണ് മന്ത്രി പങ്കെടുക്കുന്നത്. സന്ദർശനത്തോടനുബന്ധിച്ച് വിക്ടോറിയയിലെ ആരോഗ്യമന്ത്രി, വനിതാ ശിശുക്ഷേമ മന്ത്രി എന്നിവരുമായി ശ്രീമതി വീണ ജോർജ് ചർച്ച നടത്തും.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി പോത്തുകല്ല്, കരുളായി, പൂക്കോട്ടുംപാടം എന്നിവിടങ്ങളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലികൾ മുഖ്യമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണ പരിപാടിയിൽ കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രകാശനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. +1 പ്രവേശനത്തിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മണി മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാം. താൽക്കാലിക പ്രവേശനത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമുണ്ടായിരിക്കില്ല. സ്പോർട്സ് ക്വാട്ടയുടെ അവസാന അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കും. ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാം. ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ രാവിലെ മുതൽ അതിശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. കനത്ത മഴയെ തുടർന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിലെ കാറ്റാൻകവലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 4 കുടുംബങ്ങളിലെ 22 പേരെ പറമ്പ LP സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് വൈദ്യുതി ലൈനിൽ മരം പൊട്ടി വീണ് ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കാര്യങ്കോട്, നീലേശ്വരം, മോഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ന് പുലർച്ചെ മുതൽ ശബരിമല സന്നിധാനത്തും പമ്പയിലും അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. പമ്പ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭക്തർ പമ്പ ത്രിവേണിയിൽ ഇറങ്ങുന്നതിന് ജില്ലാ കളക്ടർ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി. പമ്പ ത്രിവേണിയിലെ വാഹന പാർക്കിങ്ങിനും നിയന്ത്രണമുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് മല കയറുമ്പോൾ ഭക്തർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ശക്തമായ മഴയിൽ നെയ്യാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഡാമിന്റെ 4 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. മലങ്കര അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി കൊല്ലം ഓച്ചിറ പടനിലത്ത് നടന്നു. മിഥുനമഴയുടെ അകമ്പടിയോടെ നടന്ന ഓച്ചിറക്കളി ഓണാട്ടുകരയുടെ പോരാട്ട ഓർമ്മകൾ ഉണർത്തി കളിക്കാർക്കും കാണികൾക്കും ആവേശമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. 52 കരകളിലെയും കളിസംഘങ്ങളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി പടനിലത്തെത്തി കുട്ടികളും മുതിർന്നവരും അങ്കച്ചുവടുകൾ വെച്ചു. രാജഭരണകാലത്തെ പടയോട്ടത്തിന്റെയും പോരാട്ടത്തിന്റെയും ഓർമ്മകൾ ഉണർത്തി അവർ പരബ്രഹ്മസന്നിധിയിൽ പ്രതീകാത്മകമായി ഏറ്റുമുട്ടി. യോദ്ധാക്കളുടെ പ്രത്യേക വേഷവിധാനമണിഞ്ഞാണ് വായ്ത്താരി ചൊല്ലി അംഗം വെട്ടിയത്. ആയോധനകലയുടെ പരിശീലനവും ചരിത്ര പോരാട്ടങ്ങളുടെ തുടർച്ചയുള്ള ചുവടുകളും പടനിലത്ത് നിറഞ്ഞു. കരകളിക്ക് ശേഷം കളിക്കാർ 8 കണ്ടത്തിലും തകിടിക്കണ്ടത്തിലും ഇറങ്ങി പോരാടി. നാളെയും ഓച്ചിറക്കളി നടക്കും. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 19ാമത് C ബാച്ചിലെ 144 റിക്രൂട്ട് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ രാവിലെ കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തി. കേരളത്തിൽ 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത. വയോജനക്ഷേമത്തിനായി കമ്മീഷൻ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി R ബിന്ദു. പുതിയ വയോജന സൗഹൃദ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കേരളം. 9 വർഷത്തിനിടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 5000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതായി മന്ത്രി V ശിവൻകുട്ടി. +1 പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.